എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ടിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജൂലൈ 17-ാം തീയതി വരെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. റീവാലുവേഷന് 500 രൂപയും സ്ക്രൂട്ടനിക്ക് 100 രൂപയും ഫോട്ടോ കോപ്പിക്ക് ഈ ഒരു 300 രൂപയുമാണ് ഫീസ് വരുന്നത്. നിങ്ങൾ +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിൽ നിന്നും ഫോം കിട്ടുന്നതാണ്. അത് ഫില്ല് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെന്റ് പരീക്ഷയിലും +2 ഫെയിൽഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇനി ജയിക്കാനായിട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വല്ല മാറ്റങ്ങളും ഉണ്ടാകുമോ, അതായത് ഈ ഒരു വീണ്ടും സേ പരീക്ഷ എഴുതുന്നതുകൊണ്ട് വല്ല പ്രോബ്ലം ഉണ്ടോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികൾക്കുള്ള എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഡൗട്ട്സും, അതായത് ഈ ഒരു എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ +2 തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പരീക്ഷയാണ് ജയിക്കാനായിട്ട് എഴുതേണ്ടത്, അതുപോലെ രജിസ്ട്രേഷൻ എപ്പോഴാണ് വരിക എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവിധ യൂണിവേഴ്സിറ്റി, അതായത് കാലിക്കറ്റ്, MG, അതുപോലെ തന്നെ കണ്ണൂർ, അതുപോലെ കേരള യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അപേക്ഷകൾ ഇപ്പോൾ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു റിസൾട്ടിൻ്റെ ആ ഒരു റിസൾട്ട് നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 2 സബ്ജക്റ്റുകളുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് ഒരു എക്കണോമിക്സിൻ്റെയും അതുപോലെ തന്നെ ജിയോഗ്രഫിയുടെയും. അപ്പോൾ ഈ 2 സബ്ജക്റ്റുകളുടെയും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാം. ഒന്ന് 80 മാർക്കുള്ള സബ്ജക്റ്റും രണ്ടാമത്തേത് 60 മാർക്കുള്ള സബ്ജക്റ്റുമാണ്. അതായത് 2 വർഷത്തെ മാർക്ക് 160-ലാണ് ഒന്ന് വരുന്നത്, 2 വർഷത്തെ മാർക്ക് ഒന്ന് 120-ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും 160-ൽ ജയിക്കാനായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 48 മാർക്കാണ്. 120-ൽ ആണെങ്കിൽ 36 മാർക്കാണ്. അതായത് 160-ൽ ആണെങ്കിൽ ഒരു വർഷം വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കാണ് വരിക. 80-ൽ ജയിക്കാനായിട്ട് 24 മാർക്കാണ് വരിക. രണ്ടാം വർഷം 80-ലാണ് ഈ ഒരു TE മാർക്ക് വരുന്നത്, അതിലും വേണ്ടത് 24 മാർക്കാണ്. അല്ലെങ്കിൽ ഈ ഒരു ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് 160-ൽ 48 മാർക്ക് ഏത് വർഷം നിങ്ങൾ മാർക്ക് നേടിയിരുന്നതായിരുന്നാലും, അതായത് ഓരോ വർഷം സെപ്പറേറ്റ് മാർക്ക് ഇല്ലാതെ തന്നെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 48 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആവും. ഇപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് നോക്കുന്ന സമയത്ത് 160-ൽ ജയിക്കാനായിട്ട് 48 മാർക്ക് വേണം എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ 27 മാർക്ക് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ സേ പരീക്ഷ എഴുതിയിട്ടുള്ള ആ ഒരു അതിൻ്റെ മാർക്ക് മാത്രമല്ല ഇവിടെയുള്ളത്, ഇവിടെ +1ൻ്റെ മാർക്ക് കൂടിയുണ്ട്. അതായത് +1 + +2 TE മാർക്ക്, +2 സേ TE മാർക്ക് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് +1ന് ലഭിച്ച മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഈ ഒരു +2 സേ പരീക്ഷയിൽ കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഒരു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് +1ന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഒരു 15 മാർക്കാണെന്ന് കരുതുക. +1ന് ഈ ഒരു എക്കണോമിക്സിന് 15 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ +2 ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് അവിടെ 27 എന്ന് കാണാം. അപ്പോൾ 27 - 15 എത്രയാണെന്നത് നോക്കാം. അപ്പോൾ 27 - 15 എന്ന് പറയുമ്പോൾ അത് 12 മാർക്കാണ് വരിക. അപ്പോൾ 12 മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അത് 12 മാർക്കാണ് സേ പരീക്ഷയിൽ കിട്ടിയിട്ടുള്ളത്, 15 മാർക്ക് +1 മാർക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച, അതായത് ഈ ഒരു സേയുടെ ആ റിസൾട്ടിൽ കാണുന്ന TE മാർക്കിൽ നിന്നും +1ന് കിട്ടിയ TE മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാം. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 160 മാർക്കിൻ്റെ വിഷയത്തിൽ ജയിക്കാനായിട്ട് 2 വർഷം കൂടി 48 മാർക്ക് വേണം. 120-ൽ ആണെങ്കിൽ 36 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വർഷം ജയിക്കാനായിട്ട് 80-ൽ 24-ഉം 60-ൽ 18-ഉം, അതുപോലെ 2 വർഷം കൂട്ടുന്ന സമയത്ത് 160-ൽ 48 മാർക്കും അതുപോലെ 120-ൽ 36 മാർക്കുമാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അതായത് ആകെ മാർക്കിൻ്റെ 30% മാർക്കാണ് ജയിക്കാനായിട്ട്, ആകെ TE മാർക്കിൻ്റെ 30% മാർക്ക് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, +2 പരീക്ഷയിൽ ഒരു വിഷയത്തിന് തോറ്റു, അല്ലെങ്കിൽ 2 വിഷയത്തിന് തോറ്റു, അല്ലെങ്കിൽ +1നും +2നും +1ന് 4 വിഷയത്തിന് തോറ്റു, +2ന് 5 വിഷയത്തിന് തോറ്റു. അപ്പോൾ എന്ത് ചെയ്യും, ഏത് വർഷത്തെ പരീക്ഷ എഴുതണം, എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് നിങ്ങൾ ഓരോ വർഷവും 26-ഉം 48 മാർക്കും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഓരോ പരീക്ഷയിലും ഈ ഒരു രീതിയിൽ മാർക്ക്, അതായത് 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 36 മാർക്കും 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 48 മാർക്കും നിങ്ങൾ വാങ്ങിക്കുന്നതിനായിട്ട് കൂടുതൽ പരിശ്രമിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എത്ര മാർക്കാണ് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ജയിക്കാനായിട്ട് വേണ്ടത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ജിയോഗ്രഫിയുടെ 29 ആണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം TE മാർക്ക്. അപ്പോൾ ഇവിടെ 120-ലാണ് മാർക്ക്, ജയിക്കാനായിട്ട് വേണ്ടത് 36 ആണ്.
അപ്പോൾ 36-ൽ നിന്നും നിങ്ങൾക്ക് +1 കിട്ടിയ മാർക്ക് എത്രയാണ്, അതായത് നിങ്ങളിപ്പോൾ +2 ആണ് തോറ്റതെങ്കിൽ +1 കിട്ടിയ മാർക്ക് എത്രയാണ്, അതുപോലെ +2 അല്ല തോറ്റത് +1 ആണ് തോറ്റതെങ്കിൽ നിങ്ങൾക്ക് +2 കിട്ടിയ മാർക്ക് എത്രയാണ്, ആ ഒരു മാർക്ക് നിങ്ങൾ കുറയ്ക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എത്ര മാർക്ക് കിട്ടി, ആ ഒരു മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിക്കുക എന്നുള്ളതല്ല, കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിക്കുക. കാരണം നിങ്ങളോട് ഇത്ര മാർക്ക് മാത്രമേ ജയിക്കാനായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ടൂ എന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കും. അതിനുശേഷം അതിന് മാത്രമായിട്ട്, അതായത് അത്രയും മാർക്ക് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ പഠിക്കുകയും അതുപോലെ പ്രതീക്ഷിച്ച രീതിയിൽ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഫെയിൽഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓരോ വർഷത്തെയും, അതായത് ഇനി നിങ്ങൾ ഏത് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും അത് 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 36 മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 48 മാർക്കും നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷ എഴുതിയിരുന്നാലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഏതെങ്കിലും വർഷം മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ഒരു മാർക്ക് അതിനെ ഹെൽപ്പ് ചെയ്ത് അത് ടോട്ടൽ നോക്കുന്ന സമയത്ത് ഈ ഒരു 36, 48 ഉള്ളതുകൊണ്ട് പാസ്സാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള അഡ്മിഷനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു 50% മാർക്ക് ആവശ്യമാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക്, മെച്ചപ്പെട്ട മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ +2 പരീക്ഷയാലും അല്ലെങ്കിൽ +1 പരീക്ഷയാലും എഴുതിയാലും നിങ്ങൾ ഈ ഒരു 36, 48 ഓരോ പരീക്ഷയിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ്, +2 സേ പരീക്ഷയാണോ ജയിക്കാനായിട്ട് എഴുതേണ്ടത്. പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ് +2 സേ പരീക്ഷയാണോ എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ +2 സേ പരീക്ഷയല്ല എഴുതേണ്ടത്. നിങ്ങൾ ഈ ഒരു +1 സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ +1 പബ്ലിക് എക്സാമിനേഷനും, അതുപോലെ തന്നെ +2 സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. ഈ ഒരു 2 പരീക്ഷകളും മാർച്ചിലാണ് നടക്കുക. +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഈ വർഷം സെപ്റ്റംബറിൽ നടത്തില്ല, അതിന് പകരം മാർച്ച് മാസത്തിലെ +2 പരീക്ഷയോടൊപ്പം നടത്തും എന്നാണ് നിലവിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വിജ്ഞാപനം വന്നതുകൊണ്ട് തന്നെ ഇനി അതിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയും, +2 സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയും പരീക്ഷ എഴുതി, അതായത് രജിസ്ട്രേഷൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ഒരു +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയല്ല നിങ്ങൾ എഴുതേണ്ടത്, +2 പബ്ലിക് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ വരുന്നത് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ വരുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല. ഈ ഒരു ഹയർ സെക്കൻഡറിയുടെ അലോട്ട്മെൻറ്റ് ഈ ഒരു എക്സാമിനേഷനായിട്ടുള്ള അപേക്ഷകൾ നേരത്തെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു ടൈം കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. dhsc.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റല്ല ഈ ഒരു എക്സാമിൻ്റെ സർക്കുലർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലോ ആണ് വിദ്യാർത്ഥികളുടെ +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ, അതുപോലെ +1 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ വരുന്നത്. കാരണം പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാത്തത് കൊണ്ട് രജിസ്ട്രേഷൻ വന്നത് അറിയാതെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ ആ ഒരു രീതിയിൽ അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും മുൻ വർഷങ്ങളിൽ ജനുവരി ആയിരുന്നു. അത് വിചാരിച്ച് ജനുവരി വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സെപ്റ്റംബർ മാസത്തോടെ രജിസ്ട്രേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ, അതായത് +1 പബ്ലിക് എക്സാമിനേഷൻ, +2 പബ്ലിക് എക്സാമിനേഷൻ എന്നീ എക്സാമിനേഷനുകളുടെ രജിസ്ട്രേഷൻ ഈ ഒരു ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിപ്പോൾ 4 വിഷയത്തിൽ +1 തോറ്റു, അതുപോലെ തന്നെ 5 വിഷയത്തിൽ ഈ ഒരു +2 തോറ്റു എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഏത് വിഷയമാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ 2 വർഷത്തെ സബ്ജക്റ്റുകളും എഴുതേണ്ടതാണ്. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് തോറ്റുള്ളത്, ഈ ഒരു 5 വിഷയങ്ങൾ, അതുപോലെ ഈ ഒരു 4 വിഷയം തോറ്റുള്ളത് കോമൺ ആയിട്ടുള്ളതാണോ എന്നുള്ളത് നോക്കി 5 വിഷയങ്ങളും കോമൺ ആയിട്ടുള്ളതാണ് എങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു എല്ലാ വിഷയങ്ങളും, അതായത് ഈ ഒരു +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയും അതുപോലെ തന്നെ +2 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയും എഴുതിയിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ വർഷം ഈ ഒരു രീതിയിൽ 36, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48ഉം അതുപോലെ തന്നെ ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 മാർക്കും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് തന്നെ ജയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഓഗസ്റ്റ് മാസമോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ആണ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് +2 സേ പരീക്ഷയാണോ എഴുതേണ്ടത്. സേ പരീക്ഷയല്ല, +2 സേ പരീക്ഷ ഒരു വിദ്യാർത്ഥിക്ക് എഴുതണമെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ പുതുതായിട്ട് ഫ്രഷ് രജിസ്ട്രേഷൻ ആ ഒരു ഘട്ടത്തിൽ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികളെ ഈ ഒരു +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ +2 പബ്ലിക് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ +2 ഫെയിൽഡ് ആവുന്ന വിദ്യാർത്ഥികൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് 225 രൂപയാണ് ഒരു സബ്ജക്റ്റിന് വരുന്ന ഫീസ് വരിക. അപ്പോൾ
വിദ്യാർത്ഥികൾ ഈ ഒരു +2 സേ പരീക്ഷയല്ല എഴുതേണ്ടത്, +2 പബ്ലിക് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. +1 ആണ് തോറ്റതെങ്കിൽ +1 പബ്ലിക് എക്സാമിനേഷനുമാണ് എഴുതേണ്ടത്. നിങ്ങൾ ഏത് വർഷത്തെ സബ്ജക്റ്റ് ആണോ തോറ്റത് ആ ഒരു വർഷത്തെ സബ്ജക്റ്റ് മാത്രമാണ് എഴുതേണ്ടത്. +1ലെ സബ്ജക്റ്റ് ആണ് തോറ്റതെങ്കിൽ +1ൻ്റെ ആ ഒരു പബ്ലിക് എക്സാമിനേഷനും, +2 സബ്ജക്റ്റ് ആണ് തോറ്റതെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷനും എഴുതി വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.